നമസ്കാരം. നമ്മളിന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഗോ 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 ഔട്ട് 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 എന്ന മനസ്സിനെ പെട്ടെന്ന് ശാന്തമാക്കാനുള്ള ഒരു ടെക്നിക്കാണ്. ഇത് സിമ്പിളായുള്ള എന്നാൽ മനോഹരമായ ഒരു പ്രോസസ്സ് ആണ്. നമ്മളെല്ലാവരും തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള നെഗറ്റീവ് അനുഭവങ്ങളെയും മനസ്സിനെ വിഷമിപ്പിക്കുന്ന ചിന്തകളെയും ചിത്രങ്ങളായി ഉള്ളിൽ അടുക്കി വച്ചിട്ടുള്ളവരാണ്. അത് ഒരു പ്രത്യേക ഓർഡറിൽ ആണ് അടുക്കി വച്ചിട്ടുള്ളത്. ചിലർ വരാൻ പോകുന്ന ഉത്കണ്ഠ ജനിപ്പിക്കുന്ന ചിന്തകളെയും ഇതേ രീതിയിൽ ചിത്രങ്ങളായി കാണുന്നവരാണ്. മനസ്സിൽ നിന്ന് ഇത് പുറത്തെടുത്ത് കളയാൻ സാധിച്ചാൽ സ്വാഭാവികമായി നമുക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകും. കഴിഞ്ഞു പോയ കാലങ്ങളിലേക്ക് ഒന്ന് മനസ്സ് കൊണ്ടുപോയാൽ 3 തരം അനുഭവങ്ങളാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. 1. പ്ലസൻറ്റ് അനുഭവങ്ങൾ, അതായത് ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ, സന്തോഷം നൽകുന്ന ഓർമ്മകൾ. 2. ന്യൂട്രൽ അനുഭവങ്ങൾ, പ്രത്യേകിച്ച് ഒന്നും തോന്നാത്ത അനുഭവങ്ങൾ, സുഖമോ ദുഃഖമോ ഇല്ലാത്ത അനുഭവങ്ങൾ. മിക്കവാറും പലതും നമ്മൾ മറന്നുപോയി കാണും. 3. അൺപ്ലസൻറ്റ് അനുഭവങ്ങൾ, ഓർക്കാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത അനുഭവങ്ങൾ, മറ്റുള്ളവർ നമ്മെ വേദനിപ്പിച്ച അനുഭവങ്ങൾ, ആരോഗ്യ വിഷയങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ബന്ധങ്ങളും ജോലിയും കുട്ടികളുമായുള്ള മറ്റ് ചില വിഷയങ്ങളും എല്ലാം ഇതിൽപ്പെടും. ഒരുപക്ഷെ പലരും നമ്മെ പറ്റിച്ചിട്ടുണ്ടാകും, കുറ്റപ്പെടുത്തി കാണും, അവഗണിച്ചിട്ടുണ്ടാകും, വേദനിപ്പിച്ച് കാണും, ആവശ്യത്തിലധികം വിഷമം തന്നിട്ടുണ്ടാകും. ചിലർ നമ്മളെ റിജക്റ്റ് ചെയ്ത് കാണും. അതുകൊണ്ട് പല മാനസിക പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ടാകും. ജീവിതത്തിലെ നമ്മൾ അനുഭവിച്ച പരാജയങ്ങളും പ്രതിസന്ധികളും എല്ലാം ഇതിൽപ്പെടും. ഇങ്ങനെയുള്ള അൺപ്ലസൻറ്റ് എക്സ്പീരിയൻസസ് ജീവിതത്തിൽ ഉണ്ടാകുന്ന കൊടുങ്കാറ്റ് പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ കലുഷിതമായ മനസ്സ് ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയാണ് ഉണ്ടാകുന്നത്. ആ കലുഷിതമായ മനസ്സ് തെളിയണമെങ്കിൽ ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾ ഉണ്ടാക്കി വെച്ച വിഷമങ്ങൾ റിലീസ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ അടിതെറ്റി താഴേക്ക് വീണു പോകും. നമ്മളിപ്പോൾ ഗോ 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 ഔട്ട് 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 എന്ന പ്രോസസ്സ് ഉപയോഗിച്ച് അവയെ റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഗോ 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 ഔട്ട് 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 എന്നത് പുറത്തോട്ട് പോകാൻ ഉള്ള ഓർഡറാണ്, ആജ്ഞാപിക്കലാണ്. ഇതെല്ലാം പുറത്തോട്ട് റിലീസ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ ഹീൽ ചെയ്യപ്പെടും എന്നതാണ് സത്യം. ഹീലിംഗ് സ്റ്റാർട്ട്സ് വെൻ യു റിലീസ് വാട്ട് വൺസ് ഹെൽഡ് യു ക്യാപ്റ്റീവ് എന്ന് പറയും. ഒരിക്കൽ നിങ്ങളെ ബന്ധികളാക്കിയത് എന്താണോ അതിൽ നിന്നും നിങ്ങൾ മോചനം നേടുമ്പോൾ ഹീലിംഗ് ആരംഭിക്കുന്നു, മനസ്സിന് സമാധാനമുണ്ടാകുന്നു, പൂർണ്ണ സുഖം പ്രാപിക്കുന്നു എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സ് ആരംഭിക്കേണ്ടത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെയാണ്. മനസ്സിൽ സമാധാനമുണ്ടാകണമെങ്കിൽ ഹീലിംഗ് നടന്നിരിക്കണം. ഒന്നും ചെയ്തില്ലെങ്കിലും സമയം കൊണ്ട് ഹീലിംഗ് നടക്കും എന്നത് സത്യമാണ്. പക്ഷേ 5-6 മാസങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഹീലിംഗ് വെറും 5-6 മിനിറ്റുകൾ കൊണ്ട് ഇങ്ങനെയുള്ള പ്രോസസ്സുകളിലൂടെ സംഭവിക്കുന്നു. അതങ്ങനെ നടക്കാൻ കാരണം നമ്മൾ നമ്മുടെ മനസ്സിനെ ഒരു സർജിക്കൽ പ്രോസസ്സിന് വിധേയമാക്കുന്നത് കൊണ്ടാണ്. ഇനി വരുന്ന മെഡിറ്റേഷനിൽ നിങ്ങളോട് ഒരനുഭവം ഓർത്തെടുക്കാൻ പറയുമ്പോൾ ആ അനുഭവത്തിലുള്ള പ്രധാന ചിത്രങ്ങൾ ചിലർക്ക് 3-4 മറ്റു ചിലർക്ക് 5-6 ഉണ്ടായിരിക്കും. അവയെല്ലാം ഉള്ളതുപോലെയുള്ള ഓർഡറിൽ അഥവാ ക്രമത്തിൽ കാണണം. ഈ ക്രമത്തിൽ ചേർന്നിരിക്കുന്ന ചിത്രങ്ങളാണ് താങ്കൾക്ക് വിഷമമുണ്ടാക്കുന്നത്. ഇങ്ങനെ പറയാൻ കാരണം അനുഭവം അവസാനിച്ചു കഴിഞ്ഞുവല്ലോ. അനുഭവം അവസാനിച്ച ആ നിമിഷം മുതൽ നിങ്ങൾ അത് കൊണ്ടു നടക്കുന്നത് എവിടെയാണ്? നിങ്ങളുടെ മനസ്സിൽ തന്നെയാണ്. അനുഭവം വീണ്ടും വീണ്ടും ഓർത്തെടുക്കുമ്പോൾ ഈ ചിത്രങ്ങളാണ് നിങ്ങൾ മനസ്സിൽ നിന്നും ഓർത്തെടുക്കുന്നത്. ഒരു ദിവസം പലതവണ ആ ചിത്രങ്ങൾ ഓർത്തെടുക്കുമ്പോൾ ഒരു സിനിമ പോലെയായി കഴിഞ്ഞു. വിഷമവും സങ്കടവും കുറ്റബോധവും ഉണ്ടാക്കുന്ന സിനിമയാണ് എന്ന് മാത്രം. ഗോ 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 ഔട്ട് 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 ടെക്നിക്കിൽ നിങ്ങൾ മനസ്സിലുള്ള ഈ ചിത്രങ്ങളെ വിപരീത ക്രമത്തിൽ ഓരോന്നായി മനസ്സിൽ നിന്ന് എടുത്ത് പുറത്തോട്ട് എറിഞ്ഞു കളയാൻ പോവുകയാണ്. പലതവണ ഇത് വിപരീത ക്രമത്തിൽ ആവർത്തിക്കുമ്പോൾ നിങ്ങൾ ഹീൽ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഗൈഡഡ് പ്രോസസ്സ് ആയതുകൊണ്ട് താങ്കൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇത്. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. പതുക്കെ കണ്ണുകൾ അടച്ചു വെച്ചോളൂ. ഇനി അല്പസമയത്തേക്ക് ശാന്തമായി ഇരിക്കുക. സാധാരണ രീതിയിൽ ശ്വാസം എടുത്തുവിടുക. ഇത് കൂടുതൽ എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട പ്രോസസ്സ് അല്ല. അതുകൊണ്ട് തന്നെ ശ്വാസം എടുത്തു വിടുന്നത് സാവധാനമായിരിക്കണം.
മനസ്സിലുള്ള അനുഭവങ്ങൾ റിലീസ് ചെയ്യാൻ എഫേർട്ട് വേണ്ടാത്തതുപോലെ ശ്വാസം എടുത്തു വിടുന്നതിനും എഫേർട്ടിൻ്റെ ആവശ്യമില്ല. ഓരോ പ്രാവശ്യവും ശ്വാസമെടുത്ത് വിടുമ്പോൾ നിങ്ങൾക്ക് വിശ്രമാവസ്ഥ വർദ്ധിച്ചു വരുന്നതായി അനുഭവപ്പെട്ടേക്കാം. ആദ്യം നിങ്ങളെ വിഷമിപ്പിക്കുന്ന നെഗറ്റീവായ ഒരനുഭവം മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിൽ കുറച്ച് ഫ്രെയിമുകൾ ഉള്ളതായി കാണാം. ചിലർക്ക് ഒരനുഭവത്തിൽ തന്നെ 3-4 പ്രധാന ചിത്രങ്ങൾ, മറ്റു ചിലർക്ക് 5-6 അല്ലെങ്കിൽ അതിലധികമോ ചിത്രങ്ങൾ കാണാൻ സാധിക്കും. ഈ ചിത്രങ്ങളെ സ്റ്റാമ്പ് സൈസിലാക്കിയ ശേഷം ഏത് ഓർഡറിലാണോ ഉള്ളത് അതേ ഓർഡറിൽ അഥവാ ക്രമത്തിൽ തന്നെ കാണുക. ഇനി ഈ അനുഭവത്തിലുള്ള ആദ്യത്തെ ചിത്രവും അതിനുശേഷം വരുന്ന മറ്റ് പല ചിത്രങ്ങളും അതിലുള്ള ശബ്ദങ്ങളും ശ്രദ്ധിക്കണം. അല്പനേരം കഴിഞ്ഞാൽ നമ്മൾ ഗോ ഗോ ഗോ, ഔട്ട് 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 എന്ന റിലീസ് മന്ത്ര ഉപയോഗിച്ച് മനസ്സിൽ അടുക്കി വച്ചിട്ടുള്ള ഈ ചിത്രങ്ങളെ റിവേഴ്സ് ഓർഡറിൽ, അതായത് വിപരീത ക്രമത്തിൽ പെട്ടെന്ന് നമ്മൾ ഈ ചിത്രങ്ങളെ പുറത്തോട്ട് കളയുകയാണ് ചെയ്യുക. അവസാനം കണ്ട ചിത്രമായിരിക്കും ആദ്യം പോവുക, പിന്നെ അതിന് തൊട്ട് മുമ്പുള്ള ചിത്രം, അങ്ങനെ ഓരോ ചിത്രവും വിപരീത ക്രമത്തിലായിരിക്കും നമ്മൾ എന്നേക്കുമായി റിലീസ് ചെയ്ത് കളയുക. ആ റിലീസിംഗ് നടക്കുമ്പോൾ മനസ്സിൽ ഗോ ഗോ ഗോ, ഔട്ട് 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 എന്ന് നിങ്ങൾ മന്ത്രിക്കണം. പെട്ടെന്ന് നിങ്ങളിത് ചെയ്തുകൊണ്ടേയിരിക്കും. 1 2 3 എന്ന് പറയുമ്പോഴായിരിക്കും നിങ്ങളത് ചെയ്യുക. ഇനി റിലീസ് ചെയ്യാൻ റെഡിയായി ഇരുന്നോളൂ. ചിത്രങ്ങൾ ഒരിക്കൽ കൂടി മനസ്സിൽ കാണുക. 1 2 3, ഗോ ഗോ ഗോ, ഔട്ട് ഔട്ട് ഔട്ട്. മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് വിപരീത ക്രമത്തിൽ ഓരോ ചിത്രവും മനസ്സിൽ നിന്ന് റിലീസ് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോ ഗോ ഗോ, ഔട്ട് 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 എന്ന് ചെറിയ ശബ്ദത്തിൽ പറയുകയും ചെയ്യാം. ചിത്രങ്ങൾ മുഴുവനും റിലീസ് ചെയ്ത് കഴിഞ്ഞു എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ മനസ്സിൽ വെള്ള നിറത്തിലുള്ള ഒരു ബ്ലാങ്ക് സ്ക്രീൻ കാണണം. വെരി ഗുഡ്. ഇനി രണ്ടാം തവണ വീണ്ടും ആ ചിത്രങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. 1 2 3, ഗോ ഗോ ഗോ, ഔട്ട് ഔട്ട് ഔട്ട്. വീണ്ടും വിപരീത ക്രമത്തിൽ ചിത്രങ്ങൾ മനസ്സിൽ നിന്ന് റിലീസ് ചെയ്യുക. വെരി ഗുഡ്. ഇനി ആ സ്ഥാനത്ത് മനസ്സിൽ വെള്ള നിറത്തിലുള്ള ഒരു ബ്ലാങ്ക് സ്ക്രീൻ കാണുക. എക്സലൻറ്റ്. ഇനി കണ്ണുകൾ തുറന്ന ശേഷം പുറത്തുള്ള കാഴ്ചകൾ കാണുക. ചെറിയ ഒരു സ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടാകും. വീണ്ടും കണ്ണുകൾ അടയ്ക്കുക. മൂന്നാം തവണ വീണ്ടും ചിത്രങ്ങൾ കാണുക. 1 2 3, ഗോ ഗോ ഗോ, ഔട്ട് ഔട്ട് ഔട്ട്. വിപരീത ക്രമത്തിൽ ചിത്രങ്ങൾ മനസ്സിൽ നിന്ന് റിലീസ് ചെയ്യുക. ഓരോന്നോരോന്നായി പെട്ടെന്ന് റിലീസ് ചെയ്യണം. ഗുഡ്. ഇനി മനസ്സിൽ വെള്ള നിറത്തിലുള്ള ഒരു ബ്ലാങ്ക് സ്ക്രീൻ കാണുക. വെരി നൈസ്. നാലാം തവണ വീണ്ടും ആ അനുഭവം മനസ്സിൽ കാണുമ്പോൾ 1 2 3, ഗോ ഗോ ഗോ, ഔട്ട് ഔട്ട് ഔട്ട്. റിവേഴ്സ് ഓർഡറിൽ ചിത്രങ്ങൾ പെട്ടെന്ന് റിലീസ് ചെയ്യുക. എക്സലൻറ്റ്. മനസ്സിൽ വീണ്ടും വെള്ള നിറത്തിലുള്ള ഒരു ബ്ലാങ്ക് സ്ക്രീൻ കാണുക. ഇനി കണ്ണുകൾ തുറന്ന ശേഷം
പുറമേയുള്ള ദൃശ്യങ്ങൾ നോക്കിക്കാണുക. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വാഭാവികമായ ഭാരമില്ലാത്ത സമാധാനപരമായ അവസ്ഥ വന്നു ചേരുന്നതായി അറിയാൻ സാധിക്കും. വീണ്ടും കണ്ണുകൾ അടയ്ക്കുക. ഇനി നിങ്ങൾക്ക് മറ്റൊരനുഭവം മനസ്സിലേക്ക് കൊണ്ടുവരാം. അതിലുള്ള ചിത്രങ്ങൾ സ്റ്റാമ്പ് സൈസിൽ ആക്കി മാറ്റിയ ശേഷം ഓരോ ചിത്രത്തിലും ഉള്ള ദൃശ്യങ്ങളും ശബ്ദങ്ങളും ശ്രദ്ധിക്കുക. പ്രത്യേക ക്രമത്തിലാണ് ഈ ചിത്രങ്ങൾ അടുക്കി വച്ചിട്ടുള്ളത്. Now get ready to release them. Go, 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 out, out, out. വിപരീത ക്രമത്തിൽ, റിവേഴ്സ് ഓർഡറിൽ ചിത്രങ്ങൾ മനസ്സിൽ നിന്നും റിലീസ് ചെയ്യുക. റിലീസ് മന്ത്രം ഉപയോഗിച്ച് ഓരോ ചിത്രവും മനസ്സിൽ നിന്ന് പുറന്തള്ളപ്പെടുമ്പോൾ വല്ലാത്ത സുഖവും ശാന്തിയും ആണ് അനുഭവപ്പെടുക. ഇനി മനസ്സിൽ വെള്ള നിറത്തിലുള്ള ഒരു ബ്ലാങ്ക് സ്ക്രീൻ കാണുക. എക്സലൻറ്റ്. മനസ്സിലുള്ള ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച ഫീലിംഗ് ആണ് താങ്കൾക്ക് ഇപ്പോൾ ഉള്ളത്. ഇത് താങ്കളുടെ യഥാർത്ഥ സ്വരൂപമാണ്. യു ആർ എറ്റ് പീസ്. യു ആർ ദറ്റ് ഇൻഫിനിറ്റ് ബീയിങ്. അവസാനമായി ഒരിക്കൽ കൂടി ആ ചിത്രങ്ങൾ മനസ്സിൽ കാണുക. റെഡിയാണല്ലോ അല്ലേ? ഗോ, 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 ഔട്ട്, ഔട്ട്, ഔട്ട്. റിവേഴ്സ് ഓർഡറിൽ ചിത്രങ്ങൾ മനസ്സിൽ നിന്ന് റിലീസ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയ തെളിഞ്ഞ മനസ്സ് ഉള്ളതായി താങ്കൾക്ക് അനുഭവപ്പെടും. വീണ്ടും ഗോ, 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 ഔട്ട്, ഔട്ട്, ഔട്ട്. നൗ സീ എ ബ്ലാങ്ക് ക്യാൻവസ്. വെള്ള നിറത്തിലുള്ള ബ്ലാങ്ക് സ്ക്രീൻ ആണ് കാണേണ്ടത്. മനസ്സിനെ റീബൂട്ട് ചെയ്യുന്ന അവസ്ഥയാണിത്. ഇത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് തെളിഞ്ഞു വരുന്നതായി താങ്കൾക്ക് അനുഭവപ്പെടും. എന്തെന്നില്ലാത്ത സന്തോഷം അനുഭവിച്ചു തുടങ്ങും. ഗോ, 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 ഔട്ട്, ഔട്ട്, ഔട്ട്. മനസ്സിൽ വെള്ള നിറത്തിലുള്ള ഒരു ബ്ലാങ്ക് സ്ക്രീൻ കാണുക. എക്സലൻറ്റ്. ഇനി കണ്ണുകൾ തുറന്ന് പുറമേയുള്ള ദൃശ്യങ്ങൾ കാണുക. വീണ്ടും കണ്ണുകൾ അടയ്ക്കുക. ഇനി മനസ്സിൽ ഒരു വെള്ള സ്ക്രീൻ ആണ് കാണേണ്ടത്. താങ്കൾക്ക് സന്തോഷം നൽകുന്ന ഒരു നല്ല അനുഭവം ഓർത്തെടുക്കുക. ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന അനുഭവമായിരിക്കണം. മുമ്പിലുള്ള ബ്ലാങ്ക് ക്യാൻവാസിൽ അത് തെളിഞ്ഞു കാണണം. നല്ല നിറങ്ങളിലുള്ള ചിത്രങ്ങളാണ് അതിലുള്ളത്. മനസ്സിന് ഇമ്പം പകരുന്ന ചിത്രങ്ങൾ. ആദ്യം മുതൽ അവസാനം വരെ എത്ര ചിത്രങ്ങളുണ്ട് എന്ന് ശ്രദ്ധിക്കണം. അതിലുള്ള ശബ്ദങ്ങളും ശ്രവിക്കണം. പലതവണ ഈ ചിത്രങ്ങൾ മനസ്സിലൂടെ പോകുന്നത് കാണണം. കൃത്യമായ ഓർഡറിൽ. ഒരു ചെറു പുഞ്ചിരി ചുണ്ടുകളിൽ വിരിയട്ടെ. ഫീലിംഗ് വെരി ഗുഡ്. ഇനി പതുക്കെ കണ്ണുകൾ തുറക്കുക. പുറമേയുള്ള ദൃശ്യങ്ങൾ കാണുക. വെരി ഗുഡ്. വീണ്ടും കണ്ണുകൾ അടയ്ക്കുക. സ്ക്രീനിൽ നേരത്തെ കണ്ട പോസിറ്റീവായ അനുഭവത്തിൻ്റെ ചിത്രങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ അതേ സീക്വൻസിൽ പല തവണ നോക്കിക്കാണുക.
സ്ക്രീനിൽ ഉള്ള ആ ചിത്രങ്ങൾ താങ്കളുടെ തലച്ചോറിലേക്കും ഹൃദയത്തിലേക്കും കൊണ്ടുവരിക. കൂടുതൽ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളായി അവയെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുക, പുനഃസ്ഥാപിക്കുക. ഒത്തിരി സന്തോഷം അനുഭവിച്ചുകൊണ്ട് സമാധാനത്തോടെ പതുക്കെ കണ്ണുകൾ തുറക്കുക. വെൽക്കം ബാക്ക്. ഗോ 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 ഔട്ട് 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 ടെക്നിക് എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പോൾ മനസ്സിൽ സമാധാനം തോന്നുന്നില്ലേ? മനസ്സിലുള്ള വിഷയം പൂർണ്ണമായി മാഞ്ഞു പോയിട്ടില്ലെങ്കിൽ ഇതേ പ്രോസസ്സ് ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കാവുന്നതാണ്. പിന്നീട് ആവശ്യം വരുമ്പോൾ മാത്രം ഇത് ചെയ്താൽ മതി. താങ്കൾക്ക് ഈ പ്രോസസ്സിലുണ്ടായ അനുഭവങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.